മോഹൻലാലിനെ നായകനാക്കിയിട്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നേര് എന്ന് പറയുന്ന സിനിമ വളരെ പ്രതീക്ഷയോടുകൂടെ ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നേര് എന്ന ലാലേട്ടൻ ജിത്തു ജോസഫ് സിനിമ ഉണ്ട് എന്നുള്ള വിവരം ആർക്കും അറിയില്ലായിരുന്നു. റിലീസിൻ്റെ 2 ആഴ്ച മുന്നേ ഗംഭീര പ്രമോഷൻ നൽകി നല്ലൊരു രീതിയിലുള്ള ചെറിയൊരു ഹൈപ്പിലേക്ക് എത്തിക്കാൻ ജിത്തു ജോസഫ് എന്ന സംവിധായകനും അതുപോലെ ആശീർവാദ് സിനിമാസിനും സാധിച്ചു. അത് അവരുടെ വിജയം തന്നെയാണ്. രാവിലെ തന്നെ നേരിൻ്റെ ആദ്യ ഷോ ആരംഭിച്ചു. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് ഫസ്റ്റ് ഹാഫിനെ പ്രേക്ഷകർ പറയുന്നത്. നല്ല രീതിയിൽ തന്നെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ തിരക്കഥക്കും ജിത്തു ജോസഫ് എന്ന സംവിധായകനും സാധിച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഹാഫും കൂടെ ഇതേപോലെ ഒരു മനോഹരം ദൃശ്യം പോലെ വരുന്ന ഒരു ക്ലൈമാക്സും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവലിലേക്ക് സഞ്ചരിക്കാൻ നേര് എന്ന സിനിമയ്ക്ക് സാധിക്കും എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് അവകാശപ്പെടുന്നത്. ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം പ്രിയാമണി, അനശ്വര രാജൻ, ജഗദീഷ്, സിദ്ദീഖ് അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട്. 2 മണിക്കൂറും 32 മിനിറ്റുമാണ് ചിത്രത്തിൻ്റെ ടോട്ടൽ ദൈർഘ്യം. നല്ല രീതിയിൽ എൻഗേജിങ്ങോടെ കൊണ്ടുപോകാൻ ഫസ്റ്റ് ഹാഫിന് സാധിച്ചു. അവിടെ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ വിജയിച്ചു എന്ന് വേണം പറയാൻ. സെക്കൻഡ് ഹാഫും കൂടെ പ്രേക്ഷകർക്ക് ഉള്ള ഒരു ഇഷ്ടം സമ്പാദിക്കാൻ സാധിച്ചാൽ മലയാള സിനിമയിൽ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ 2023 വീണ്ടും സംഭവിക്കും. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്. സിനിമയുടെ ഫുൾ റിവ്യൂ ആയിട്ട് മൂവി പ്ലസ് മീഡിയ വരും. അതുവരേക്കും കാത്തിരിക്കാം. ഓക്കെ, ബൈ.